തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ LDF ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. പൂർണ്ണമായ ആസ്തി വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നാരോപിച്ചാണ് പരാതി. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, ഇപ്പോൾ LDFന്റെ പരാതി വന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ. എന്താണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് LDF ആരോപിക്കുന്നത്? അതായത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് കാണിച്ചാണ് LDF നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ജുപ്പിറ്റർ ക്യാപിറ്റലിന്റെ ഉൾപ്പെടെയുള്ള ആസ്തി വിവരങ്ങൾ ഇതിലില്ല. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റ് സ്വത്ത് വിവരങ്ങൾ നൽകിയതിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, കൃത്യതയില്ല എന്നാണ് LDFന്റെ പരാതി. എന്തായാലും ഈ പരാതി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDF നൽകിയിട്ടുണ്ട്. LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള M വിജയകുമാറാണ് ഇത്തരത്തിലൊരു പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. ഈ പരാതിയിൽ ആവശ്യപ്പെടുന്ന ഇതിൽ കൃത്യമായൊരു മാതൃകാപരമായ നടപടി വേണം. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഉൾപ്പെടെ ലംഘനമാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിരിക്കുന്നതെന്നാണ് LDFന്റെ ആക്ഷേപം. എന്തായാലും ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥിയോടുൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരനോട് ഉൾപ്പെടെ വിശദീകരണം തേടാനുള്ള സാധ്യതയുണ്ട്. ഈ പത്രിക സമർപ്പിക്കുന്ന ഘട്ടത്തിലും സമാനമായ പരാതികൾ കമ്മീഷന് മുമ്പിൽ വന്നിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ആ പരാതികൾ ആ ഘട്ടത്തിൽ തീർപ്പാക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വീണ്ടും സമാനമായ പരാതിയുമായി LDF കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും കമ്മീഷൻ ഈ പരാതി പരിശോധിച്ചു വരികയാണ്. ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.